Hello everyone. Welcome to The Active Trader. The Active Trader എന്ന യൂട്യൂബ് ചാനലിന്റെ കാൻഡിൽസ്റ്റിക് ചാർട്ട്സ് ഫോർ ബിഗിനേഴ്സ് എന്ന പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ സീരീസിൽ നമ്മൾ കാൻഡിൽസ്റ്റിക് ചാർട്ട്സ് അതിന്റെ ബേസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. കാൻഡിൽസ്റ്റിക് ചാർട്ട്സ് ഫോർ ബിഗിനേഴ്സ്. കാൻഡിൽസ്റ്റിക്സ് എങ്ങനെ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ കാൻഡിൽസ്റ്റിക്സ് ചാർട്ട്സിന് മുമ്പായിട്ട് എന്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കാൻഡിൽസ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് പ്രൈസ് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ഈ പ്രൈസിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാനായിട്ടാണ് നമുക്ക് ഗ്രാഫുകൾ ഉള്ളത്. അപ്പൊ ഈ പലതരത്തിലുള്ള ഗ്രാഫുകളാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പവും വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഒരു ചാർട്ടാണ് കാൻഡിൽസ്റ്റിക് ചാർട്ട്. കാൻഡിൽസ്റ്റിക് ചാർട്ടിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ചാർട്ടുകൾ എന്ന് പറയുന്നത് ലൈൻ ചാർട്ട്, ബാർ ചാർട്ട് എന്നിങ്ങനെയുള്ള ചാർട്ടുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാൾ കൂടുതൽ വ്യക്തതയായി എളുപ്പത്തോടെയും മനസ്സിലാക്കാനുള്ളൊരു ചാർട്ടാണ് കാൻഡിൽസ്റ്റിക് ചാർട്ട്. അപ്പൊ നമുക്ക് ലൈൻ ചാർട്ട് നമുക്ക് അറിയുന്ന ഒരു ചാർട്ടാണ്. അപ്പൊ നമുക്ക് ലൈൻ ചാർട്ട് ഒന്ന് കാണാം. ഇതാണ് ഒരു ലൈൻ ചാർട്ട്. ഈ ഒരു ചാർട്ട് പലരും ഇതിനു മുമ്പ് കണ്ടു കാണും, എല്ലാവരും തന്നെ കണ്ടു കാണും. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗ്രാഫുകളിലും മറ്റുമായിട്ട് കണ്ടു കാണും. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഒരു പ്രൈസിന്റെയും അതുപോലെ തന്നെ ടൈമിന്റെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു ചാർട്ട്. അപ്പൊ നമുക്കിവിടെ താഴെ കാണുന്ന ഡേറ്റുകളാണ്, ഓരോ ഡേറ്റുകളാണ് താഴെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വലതുവശത്ത് കാണുന്നത് പ്രൈസ് ആണ്. ഇതൊരു നിഫ്റ്റി 50 മാർക്കറ്റിന്റെ നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ ചാർട്ടാണ്. അപ്പൊ ഈ ഒരു ചാർട്ട് ലൈൻ ചാർട്ട് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഈ ഒരു ചാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചാർട്ടാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ ദിവസത്തെയും ക്ലോസിംഗ് പ്രൈസ് എത്രയാണോ ആ ക്ലോസിംഗ് പ്രൈസിലൂടെയാണ് ഈ ഒരു ചാർട്ട്, ഈ ഒരു ലൈൻ കടന്നു പോകുന്നത്. അപ്പൊ ഓരോ ദിവസത്തെയും ക്ലോസിംഗ് വരുന്നത് എവിടെയാണോ അതിനനുസരിച്ചാണ് ഈ ഒരു ലൈനിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചാർട്ടാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് ഡാറ്റാസ് കുറവാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ക്ലോസിംഗ് പ്രൈസ് മാത്രമാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുക. ഒരു ദിവസത്തിലെ മൂവ്മെന്റിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ബാറുകളായിട്ട് വരുന്ന ചാർട്ടിനെയാണ് നമുക്ക് ബാർ ചാർട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതാണ് നമുക്ക് ബാർ ചാർട്ട്. ഇതാണ് ഒരു ബാർ ചാർട്ടിന്റെ ഒരു ഇമേജ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ ലൈൻ ചാർട്ടിന്റെ ബാർ ചാർട്ടാണിത്. നേരത്തെ കണ്ടത് ലൈൻ ചാർട്ട് ആയിരുന്നു, ഇതൊരു ബാർ ചാർട്ടാണ്. ഇതിൽ കാണുന്ന ലൈൻസ് എന്ന് പറയുന്നത് മൂവിംഗ് ആവറേജസും, 3 മൂവിംഗ് ആവറേജസ് ആണ് ഇതിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു ബാർ, ഇതിന് ആണ് നമ്മൾ ബാർ എന്ന് പറയുന്നത്. ഈ ഒരു ബാറാണ് ബാർ ചാർട്ടിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബാർ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു ബാർ. ഈ ഒരു ബാർ എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ഈ ഒരു ലൈനിന്റെ ഹൈ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ അതുപോലെ തന്നെ ക്ലോസ്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഓപ്പൺ, വലതുവശത്ത് കാണുന്നത് ക്ലോസ് ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്രീനിൽ നമുക്ക് 2
ബാർ ചാർട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഓപ്പൺ മുകളിലും ക്ലോസ് താഴെയും, അതുപോലെ തന്നെ വലതുവശത്ത് കാണുന്നതിൽ ഓപ്പൺ താഴെയും ക്ലോസ് മുകളിലുമാണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തൊരു പ്രൈസ്, ഇതൊരു ദിവസമാവാം, ഒരു ബാർ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ മൂവ്മെന്റ് ആവാം, ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ വരുന്ന മൂവ്മെന്റ് ആണ്. ഒരു കൃത്യമായ ഒരു ടൈം ഫ്രെയിമിൽ വരുന്ന, ഒരു ഡ്യൂറേഷനിൽ വരുന്ന ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഈ ഒരു ബാർ ചാർട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മിനിറ്റ് വരെ ആവാം. 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു ദിവസം, ഒരു ആഴ്ച, അതുപോലെ തന്നെ ഒരു മാസം, ഒരു വർഷം, അങ്ങനെ നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും ഈ ഒരു ബാർ ചാർട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ടൈം ഫ്രെയിമിൽ വന്നിട്ടുള്ള ഓപ്പൺ, ഇവിടെ ഒരു പ്രൈസ് ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു ദിവസം ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസിന്റെ മൂവ്മെന്റ് ആണ് ഈ ഒരു ബാർ ചാർട്ടിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഹൈ ഓപ്പൺ ചെയ്ത ഇത് പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോയി, ഇത്രയും ഹൈ വരെ പോയി, അതിനുശേഷം താഴോട്ട് വന്നു, താഴോട്ട് വന്നതിന് ശേഷം ഇത്രയും താഴെ വരെ വന്നു, അതിനുശേഷം ഇവിടെ ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഒരു റേഞ്ചിലാണ് അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ ഉണ്ടായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് ഈ ഒരു പോയിന്റിൽ നിന്നും മുകളിലേക്ക് പോവാം, താഴേക്കും പോവാം. അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഈ ഒരു പോയിന്റ് വരെയാണ് പോയിട്ടുള്ളത്. അപ്പൊ അതാണ് അതിന്റെ ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് വരെയാണ് അത് താഴേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ താഴെയാണത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ താഴെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റ് വരെ ലോയിലേക്ക് വരികയും അതിനുശേഷം ഹൈയിലോട്ട് പോയിട്ടുള്ളത് ഈ ഒരു പോയിന്റ് വരെയാണ് ഇതിന്റെ ഈ ഒരു ബാർ ചാർട്ടിന്റെ ഹൈ. അതിനുശേഷം ഹൈയിൽ നിന്നും കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ ഓപ്പൺ ചെയ്ത ഒരു പ്രൈസിന്റെ മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേസിൽ, ഫസ്റ്റ് കേസിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് പ്രൈസ് വന്നതിന് ശേഷമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് റിയൽ ചാർട്ടിൽ നമുക്ക് ബാർ ചാർട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇതാണ് നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ ചാർട്ട്. ഈ ഒരു ചാർട്ടിൽ നമുക്ക് ലൈൻ ചാർട്ടാണിത്. ഇതൊക്കെ പലതരത്തിലുള്ള ചാർട്ടുകളാണ്. ലൈൻ ചാർട്ട് മാറ്റിയിട്ട് നമുക്ക് ബാർ ചാർട്ട് സെലക്ട് ചെയ്യാം. ബാർ ചാർട്ട് ഇങ്ങനെ ഓരോ ദിവസത്തെയും, ഇത് ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ആണ് കൊടുത്തിട്ടുള്ളത്, 1 ഡേ ഡെയിലി ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് അവസാന ദിവസമായ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഒരു മൂവ്മെന്റ് ആണിത്. അപ്പൊ ഈ ഒരു പ്രൈസ് ഓപ്പണിംഗ് ആണിത്. ഇടതുവശത്ത് കാണുന്നതാണ് ഓപ്പണിംഗ്, വലതുവശത്ത് കാണുന്നത് ക്ലോസ് ആണ്. ഈ ഒരു ബാറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഹൈ പോയിട്ടുള്ളത് ഈ ഒരു പ്രൈസ് വരെ ഹൈ പോയിട്ടുണ്ട്, ലോ വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസ് വരെയാണ് ലോ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വന്ന് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ബാറിൽ, നമുക്ക് നിഫ്റ്റി 50യുടെ ഈ ഒരു ബാറിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിലിൽ നോക്കാം. ഈ ഒരു ക്യാൻഡിലിന്റെ അകത്ത് ഇവിടെയാണ് അതിന്റെ ഓപ്പൺ. ഈ ലെവലിൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ലോ വന്നിട്ടുള്ളത് ഈ ഒരു ലെവൽ വരെയാണ് ലോ വന്നിട്ടുള്ളത്. അതിനുശേഷം ഹൈ വന്നിട്ടുള്ളത് ഈ ഒരു ലെവൽ വരെ അതിന്റെ ഹൈ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം ക്ലോസ് ചെയ്തു. അപ്പൊ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വന്നിട്ടുള്ള ലെവലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഹൈ വന്നിട്ടുള്ള ലെവലാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഹൈ വന്നതിന് ശേഷം കുറച്ച് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോ ഇതാണ് ഒരു
പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡേ. അതേസമയം ഈ ഒരു ക്യാൻഡിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് കാണാൻ സാധിച്ചത്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് ഹൈ പോയി ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഓപ്പണിന്റെ താഴെയാണ്. നമുക്ക് ഇവിടെ ആണ് ക്ലോസിംഗ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാളും താഴെയാണ് നമുക്ക് ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ദിവസം. അതുപോലെ തന്നെ ഈ ഒരു ദിവസം നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലാണ് ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഒരു ബാർ ചാർട്ടിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം, കാൻഡിൽസ്റ്റിക് ചാർട്ടിലേക്ക് കിടക്കാം. ഹൗ ടു റീഡ് എ കാൻഡിൽസ്റ്റിക് ചാർട്ട്. കാൻഡിൽസ്റ്റിക് ചാർട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ട്. നേരത്തെ നമ്മൾ കണ്ട ബാർ ചാർട്ട് പോലെ തന്നെയാണ്, ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് കാൻഡിൽസ്റ്റിക് ചാർട്ടിലുള്ളത്. ബാർ ചാർട്ടിലുള്ളത് പോലെ തന്നെ ഹൈ ആൻഡ് ലോ അതുപോലെ തന്നെ കാൻഡിൽസ്റ്റിക് ചാർട്ടിലും ഉണ്ട്. ഓപ്പൺ ലോ എന്ന് പറയുന്നത് ചെറിയൊരു ലൈൻ ആയിട്ടാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഓപ്പണും റൈറ്റ് സൈഡ് നമുക്ക് ക്ലോസും ബാർ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലാണെങ്കിൽ ഓപ്പൺ ലോ എന്ന് പറയുന്നത് നമുക്കൊരു ബോക്സ് പോലെയാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. ആ ബോക്സിന്റെ മുകളിൽ കാണുന്ന ഒരു ലെവലാണ്, ഈ ഭാഗമാണ് നമുക്ക് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ആയിരിക്കാം. അതുപോലെ താഴെ കാണുന്ന ഭാഗം ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ആയിരിക്കാം. അതെപ്പോഴാണ് ഓപ്പൺ ആവുന്നതും അതുപോലെ തന്നെ എപ്പോഴാണ് ക്ലോസ് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ, ഫസ്റ്റ് നമ്മൾ കാണുന്ന ക്യാൻഡിൽ, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതായത് ഇതിന്റെ ഓപ്പൺ, താഴത്തെ ലെവൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇത് പ്രൈസ് ലോ എന്നുള്ള ഈ ഒരു ലോ പ്രൈസിലോട്ട് വന്നതിന് ശേഷം ഇതുവരെയാണ് ഈ ഒരു ലോ വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസ്, ഈ ഒരു ലോ ഇവിടെയാണ് നമുക്ക് ലോ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ലോയിലേക്ക് വന്നതിന് ശേഷം മുകളിലോട്ട് പോകുന്നു പ്രൈസ്. മുകളിലോട്ട് പോയി ഈ ഒരു ഹൈ വരെയാണ് പ്രൈസിന് പോകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഹൈ വരെ പോയതിനു ശേഷം കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം ഈ ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്തതിനു ശേഷം ഓപ്പണിന്റെ മുകളിലാണ് ക്ലോസിംഗ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവായ ഒരു ക്യാൻഡിലാണ്. പ്രൈസ് ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാളും മുകളിലാണ് ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. അതിനെയാണ് നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ എപ്പോഴും പച്ച നിറത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു ബിയറിഷ് ക്യാൻഡിലും. ബിയറിഷ് ക്യാൻഡിൽ ഒരു വ്യത്യാസമാണുള്ളത്. ഓപ്പൺ ഹൈയിലും, അതായത് ഓപ്പൺ എന്ന് പറയുന്നത് മുകളിലും ക്ലോസ് എന്ന് പറയുന്നത് താഴെയുമായിരിക്കും. ഓപ്പൺ ചെയ്തതിനു ശേഷം പ്രൈസ് ഹൈ വരെ, ഈ ഒരു ഹൈ ലെവൽ വരെയാണ് പോയിട്ടുള്ളത്. അതിനുശേഷം താഴോട്ട് വന്ന് ലോ ലെവൽ, ഈ ഒരു പ്രൈസ് വരെ, ഈ ലോ ലെവൽ വരെ വന്നതിന് ശേഷം കുറച്ച് മുകളിലോട്ട് പോയി ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഓപ്പൺ പ്രൈസിനേക്കാളും താഴെയാണ് ക്ലോസിംഗ് പ്രൈസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നെഗറ്റീവായ ഒരു ക്യാൻഡിൽ ആയിട്ട് നമുക്ക് പറയാം. ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ ബിയറിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഇതിന് ചുവന്ന കളറാണ് നമ്മൾ എപ്പോഴും കൊടുക്കുക. അപ്പൊ ഇതൊരു ഗ്രീൻ ക്യാൻഡിലും ഇതൊരു റെഡ് ക്യാൻഡിലുമാണ്. ഗ്രീൻ ക്യാൻഡിലിനെ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്നും റെഡ് ക്യാൻഡിലിനെ നമ്മൾ ബിയറിഷ് ക്യാൻഡിൽ എന്നും വിളിക്കുന്നു. ഇതിൽ നമുക്ക് ചാർട്ടിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഇങ്ങനെയാണ് അതിന്റെ ചാർട്ടിൽ നമ്മൾ നിഫ്റ്റി ഇൻഡെക്സിൽ നമ്മൾ നേരത്തെ കണ്ട നിഫ്റ്റി ഇൻഡെക്സിന്റെ ബാർ ചാർട്ടിനെ നമ്മൾ കാൻഡിൽസ്റ്റിക് ചാർട്ട് ആയിട്ട് മാറ്റിയതാണിത്. അപ്പൊ അതിൽ നമ്മൾ കുറെ ക്യാൻഡിൽസ് നമുക്ക് കാണാം. ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസും ബിയറിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ക്യാൻഡിൽസും നമുക്ക് കാണാം. അപ്പൊ ഈ കാണുന്ന ക്യാൻഡിൽസ് ഒക്കെ ആണ് ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇതാണ് ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ട്. അപ്പൊ നമുക്കിത് റിയൽ
ചാർട്ടുകൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ പോയതിനു ശേഷം കാൻഡിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം. കാൻഡിൽ എന്നുള്ളത് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള കാൻഡിൽ, നിഫ്റ്റി ഇൻഡെക്സിന്റെ റിയൽ ആയിട്ടുള്ള കാൻഡിലാണിത്. അപ്പൊ ഈ കാൻഡിൽ നമുക്ക് ഓരോ ദിവസത്തെയും കാൻഡിൽസ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. അതിൽ തുടർച്ചയായിട്ടുള്ള ഗ്രീൻ കാൻഡിൽസും അതുപോലെ തന്നെ റെഡ് കാൻഡിൽസും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബിയറിഷ് ആയിട്ടുള്ള കാൻഡിൽസ് തുടർച്ചയായി വന്നിട്ടുണ്ട്, ബുള്ളിഷ് ആയിട്ടുള്ള കാൻഡിൽസ് തുടർച്ചയായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിലെ മൂവ്മെന്റിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാൻഡിൽസ്റ്റിക് ചാർട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഓരോ കാൻഡിൽസിനും ഓരോ പേരുണ്ട്. അതുപോലെ തന്നെ ഓരോ പാറ്റേൺസ്, ഈ ചാർട്ടിനകത്ത് വരുന്ന ഓരോ പാറ്റേൺസിനും ഓരോ പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ടിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഓരോ കാൻഡിൽസും ഓരോ പാറ്റേൺസും നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നും ഓരോ കാൻഡിൽസും ഓരോ സ്ഥലത്ത് വരുന്നത് കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പഠിക്കുന്നതായിരിക്കും. തുടർച്ചയായി വരുന്ന എല്ലാ വീഡിയോസും എല്ലാവരും കാണുക. കാൻഡിൽസ്റ്റിക് ചാർട്ടിനെ നമ്മൾ വ്യക്തമായി റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പൊ ഈ സീരീസിന്റെ ഭാഗമാവാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.